അസ്സലാമു അലൈക്കും. അബ്ദുൽ വാസോടാണ്. സഹോദരന്മാരെ, ഈ വീഡിയോ ഒന്ന് തികച്ചും കേൾക്കുകയും നിങ്ങളെ നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും വേണം. ഇത് ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ കേരളത്തിൽ ADEPയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് എന്തെല്ലോ BJPയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നമ്മളെ അൻവർ സാഹിബുകൾ ഇപ്പോൾ പരാതിപ്പെടുകയും അതിൻ്റെ ഒരുപാട് തെളിവുകൾ നിരത്തുകയും കൂട്ടത്തിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും പരാതികളുണ്ടെങ്കിൽ അൻവർ സാഹിബുമായിട്ട് ബന്ധപ്പെടാൻ പറയുകയൊക്കെ ചെയ്ത് നമുക്ക് ഒരുപാട് കണ്ടിട്ട് നടക്കുന്നത്. ഇപ്പം കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അറിയുന്നത് കാണുന്നത്. കാരണം പൂരം കലക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും പിന്നെ വർഗീയപരമായ രൂപത്തിൽ ഇങ്ങനെ പല രൂപത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളും സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. കാരണം ഈ അൻവർ സാഹിബ് ഈ സംഭവം ഈ ഭൂതത്തെ തുറന്നു നോക്കിയപ്പോൾ ഒരുപാട് പരാതികൾ നമ്മൾ നാട്ടിലിപ്പോൾ പറയുന്നു കേൾക്കുന്നുണ്ട്. പിന്നെ BJPൻ്റെ RSSൻ്റെയോ നേതാക്കന്മാരുമായിട്ട് ആരെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥന്മാർ ചിലപ്പോൾ ബന്ധപ്പെട്ടത് കൊണ്ട് അതൊരു തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ പൗരനായിട്ട് ആർക്കും ചില സമയത്ത് ബന്ധപ്പെടാം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഒരാളുമായിട്ട് നമ്മളിങ്ങനെ ഒരല്ലെങ്കിൽ ഒരു വിഭാഗത്തിലുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അത് ചർച്ചാ വിഷയമാവും. അതാണ് തന്നെ സംഭവിക്കുന്നുള്ളത്. ഇത് പറയാനുള്ള കാരണം എന്തെങ്കിലും ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം പുതിയ MP-നൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ട് പല കരിമീക്കുകൾ നടത്തി. പിന്നെ കഴിഞ്ഞ പൂരം കലങ്ങി അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇതൊക്കെ ഇതിൽ ഈ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടിട്ട് നടന്നു എന്നൊക്കെ പറയുന്ന ഒരു പരാതികളൊക്കെ നമുക്ക് കാണുന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ ഈ പൂരത്തിൻ്റെ സന്ദർഭത്തിൽ ആരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ചർച്ചയാണ് നടന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മളെ നാട്ടിൽ കേരളത്തിൽ ആർക്കും ഇല്ലാത്തൊരു അഭിപ്രായം മറ്റൊരു സ്റ്റേറ്റിലുള്ള ഒരു വ്യക്തി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇൻ്റർവ്യൂ അന്ന് അഭിമുഖം നടത്തിയത് ഒരു നമ്മൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചാനൽ, അതിനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ അതും ഈ കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയ സാഹചര്യങ്ങളും പിന്നെ പോലീസുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇടപെടലുകളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്ത് കാണും. മൊത്തത്തിൽ ഇന്ത്യയുടെ അകത്ത് എന്തോ ഒരു ഗൂഢപദ്ധതി നടക്കുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടില്ല. കാരണം എന്തെങ്കിൽ നമുക്ക് സംശയമുള്ളത് പറയാം, ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് അന്വേഷണം തെളിയട്ടെ. അപ്പോൾ അന്ന് പൂരം കഴിഞ്ഞ സന്ദർഭത്തിൽ അതിനുശേഷം നമ്മൾ കർണാടകത്തിലത്തെ ബ്രഹ്മശ്രീ KV നരസിംഹ അടിക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മുക്തി ജാതിയിൽപ്പെട്ട ഒരു സ്വാമി, ബഹുമാനിക്കപ്പെടുന്ന ഒരു സ്വാമി, അദ്ദേഹത്തെ നമ്മളൊക്കെ ഒരു ചാനലുകാർ ഇൻ്റർവ്യൂ നടത്തിയത്. അതുകൂടി നമ്മൾ കൂട്ടി വായിക്കണം എന്നുള്ളതുകൊണ്ട് ഇതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയില്ല, അതേ സമയത്ത് തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇന്ന് എനിക്ക് വീണ്ടും ഒന്ന് അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും തോന്നിയുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും ആ മനുഷ്യൻ പറഞ്ഞൊരു തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൾ ആദ്യം കേൾക്കുക. കേരളത്തിൽ പണ്ടുള്ള ഇപ്പോൾ കേരളത്തിലെ പോലെ കാണുന്നില്ല. പണ്ട് എല്ലാവർക്കും ഈ സനാതന ധർമ്മത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. രാവിലെ കുളിച്ച് അമ്പലത്തിലേക്ക് വന്ന് പോയ ശേഷം എല്ലാവരും കമ്മ്യൂണിസ്റ്റായി. ഇപ്പോൾ അതിനാണ് പറഞ്ഞത്. ഞാൻ തൃശ്ശൂർ പൂരത്തിൽ എന്താ സംഭവിച്ചു, ആ കൊടമാട്ടുന്ന ആ സംഭവത്തിൽ രാമൻ്റെ ചിത്രമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉത്സവം തടഞ്ഞതല്ലാണ്ട് അവിടെ അമ്പലവാസികൾക്ക് ഉള്ളിൽ പോകാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ മേശാന്തിമാരും തന്ത്രിമാരും ഒക്കെ വെളിയിൽ തടഞ്ഞിരുന്നു. ഇതൊക്കെ എന്താ ഇതിൻ്റെ അർത്ഥം? മാത്രമല്ല ഇപ്പോൾ അവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പിന്നെ നമ്മുടെ ഹിന്ദുവേതരകളൊക്കെ പേടിച്ചിട്ട് അവിടെ നമ്മൾ ഹിന്ദുക്കളൊക്കെ കേരളം വിട്ട് വേറെ രാജ്യത്തിൽ പോയിട്ട് താമസിക്കാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ എന്തായത്? കാശ്മീരത്തിൽ എന്തായത്? വീട്ടിലുള്ളവരെ പുറത്താക്കിയിട്ട് അന്യമതക്കാർ അവിടെ വന്ന് ചേർന്നു. കാശ്മീർ പണ്ഡിതന്മാരൊക്കെ പുറത്താക്കി. അതേപോലെ ഇപ്പോൾ ഇനി ഇങ്ങനെ പോയാൽ കേരളം കാശ്മീരായിട്ട് മാറും. അതിൽ സംശയമില്ല. കേട്ടില്ലേ എന്താ ഇദ്ദേഹം പറഞ്ഞത്? നമ്മളെ കേരളത്തിലുള്ള ഇതിൻ്റെ പിന്നിൽ എന്തൊരു രഹസ്യപരമായ ഒരു അജണ്ട നടക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്.
ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു പതാക എന്തോ ഉയർത്തുന്ന സന്ദർഭത്തിൽ ഒരു എന്താ കുടമാറ്റ ചടങ്ങ് അങ്ങനെ എന്തോ നടക്കുന്ന സമയത്ത് ഒരു കുടിയുമായി ബന്ധപ്പെട്ടിട്ട് ശ്രീരാമൻ്റെ ആരോ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ചർച്ച ചെയ്ത് നമുക്ക് എന്തെല്ലോ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ആടൊരു പ്രശ്നമായ സന്ദർഭത്തിൽ ആ പതാക ഉയർത്താൻ സംഭവിക്കാതെ ആക്കി. അവിടെ ഹിന്ദുക്കളുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ആ പ്രശ്നത്തിനെ ഒരു നമ്മളെ കേരളത്തിലെ ഒരു ചാനലുകാരന് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ മറുപടി അങ്ങനെ കേട്ടത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മളിപ്പോൾ ഈ മേലുദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പല കാര്യങ്ങളും ഈ അൻവർ സാഹിബ് പറയുമ്പോൾ എന്തോ ഒന്ന് ഇതിൻ്റെ പിന്നിലെല്ലാം ഉണ്ട് എന്ന് നമുക്ക് സംശയിക്കണ്ടേ? കാരണം അദ്ദേഹം പറഞ്ഞ പോലെ ആ അമ്പലത്തിൻ്റെ അടുത്ത് ആരെങ്കിലും മുസ്ലിങ്ങളെ കുടിയിരുത്തിയിട്ടില്ല. അല്ലെങ്കിൽ കേരളത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആ അമ്പലവുമായിട്ട് അല്ലെങ്കിൽ ഈ തൃശ്ശൂർ പൂരമായിട്ട് മുസ്ലിങ്ങൾക്കോ അല്ല മറ്റു ഹിന്ദുക്കൾക്കോ തമ്മിൽ യാതൊരു ശത്രുത ബന്ധമില്ല. അവിടെ മുസ്ലിങ്ങളായിട്ടൊരു പ്രശ്നം നടന്നിട്ടില്ല. അതുപോലെ തന്നെ ആ അമ്പലത്തിന് ചുറ്റുപാടൊന്നും മറ്റൊരു മതസ്ഥർ, അതായത് മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളോ കുടിയിരുത്തിയിട്ടില്ല. അമ്പലത്തിൽ നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞ വാക്കാണ് ഈ നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന നല്ല മനുഷ്യൻ തോന്നിപ്പോകുന്ന മനുഷ്യൻ പറഞ്ഞ വാക്കാണ് നിങ്ങൾ കേട്ടത്. കാശ്മീരിൽ എങ്ങനെയാണോ ആയിട്ടുള്ളത് അതുമാതിരി കേരളമാകും. ഈ വാക്കിന് എന്തോ ഒരു സൂചന നമുക്ക് കിട്ടുന്നില്ലേ? അല്ലെങ്കിൽ ഈ കർണാടകത്തിലുള്ള ഈ സ്വാമിജിക്ക് എന്തിനാണ് ഇവിടുത്തെ ടൈപ്പറ എങ്ങനെ പറയേണ്ട ആവശ്യമുള്ളത്? അല്ലെങ്കിൽ സഹോദരന്മാരെ ഇവിടെ എവിടെയാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും പ്രശ്നമുള്ളത് കേരളത്തിൽ? അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ട പോലെ തന്നെ ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾക്ക് തമ്മിൽ ചിരിച്ചിട്ട് ജീവിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ സാഹചര്യം കേരളത്തിൽ. അത് ഇല്ലാതെ ആക്കാൻ വേണ്ടി എവിടെയോ ഒരു കൈ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് സംശയിക്കുന്നുണ്ട്. കാരണം മുമ്പ് പറഞ്ഞില്ലേ അതിൻ്റെ പരിസരമൊക്കെ എന്താ പറഞ്ഞില്ല. കാരണം കർണാടക സ്റ്റേറ്റിലേക്ക് നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ തന്നെ ഉത്സവം നടക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ കച്ചവടം വെക്കാൻ പാടില്ല എന്ന് ഒരുപാട് സ്റ്റേറ്റ് പ്രശ്നം നടന്നിട്ടില്ല നമ്മുടെ തന്നെ. അതുപോലെ തന്നെ ഈ കേരളത്തിലെ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ മുസ്ലിങ്ങളൊക്കെ കച്ചവടത്തിന് പോകുന്നതിന് ഇല്ലാണ്ടാക്കണം എന്നുള്ളൊരു ഗൂഢോദ്ദേശം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരുന്നു. അതല്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് ഈ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യം? എന്താണ് മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ? കാശ്മീരിൽ എന്താണ് അടുത്ത കാശ്മീരിലെ ഹിന്ദുക്കളും മുസ്ലിമായിട്ടുള്ള പ്രശ്നം? കാശ്മീരിൻ്റെ പ്രശ്നം അതിൻ്റെ ചരിത്രം തന്നെ വേറൊന്നാണ്. അത് ഇന്ത്യ ചർച്ച ചെയ്യുകയാണെങ്കിൽ തന്നെ 370 വകുപ്പ് മുന്നത്തെ 370 വകുപ്പ് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞില്ല. ഇപ്പോൾ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അവിടെ ചർച്ച തന്നെ ചെയ്താൽ ചർച്ച പൂർത്തിയാവുന്നത് തന്നെയാണ്. അതാണ് അതിൻ്റെയൊക്കെയുള്ള രഹസ്യങ്ങളും ബന്ധങ്ങളൊക്കെ. അപ്പോൾ കാശ്മീരിലെ പണ്ഡിറ്റുകളും അവിടുത്തെ മുസ്ലിങ്ങളൊക്കെ അടിച്ചു പിടിച്ചു. എനിക്ക് അവിടെയൊക്കെ മുസ്ലിങ്ങൾ കുടിയിരുന്നു. അതുമാതിരി ഇപ്പോൾ അമ്പലത്തിൻ്റെ ചുറ്റുപാടുള്ള തൃശ്ശൂർ കുളത്തിൻ്റെ അമ്പലത്തിൽ അയാൾ എനിക്ക് തെളിച്ച് പറയാണ്ട് തൃശ്ശൂർ അമ്പലത്തിൻ്റെ ചുറ്റുപാടുള്ള പിന്നെ അവിടെ അമ്പലത്തിൽ പൂജ ചെയ്യാൻ വേണ്ടി തന്ത്രിനെ പുറത്താക്കി പിന്നെ ചുറ്റുപാടിലൊക്കെ മറ്റു സമുദായത്തിനെ കൊണ്ട് കുടിയിരുത്തി എന്നിത്ര ക്ലിയറായിട്ട് അദ്ദേഹം പറയുമ്പോൾ ആ പറഞ്ഞ വാക്കിന് 1% പോലും സത്യാവസ്ഥ കൊണ്ട് സഹോദരന്മാരെ. പക്ഷെ പറയുന്ന വ്യക്തിയാരാണ് ഒരുപാട് ഹിന്ദുക്കൾ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ആളെ വെച്ചിട്ട് ഇവരെന്താക്കുന്ന വെച്ചെങ്കിൽ നല്ല ഭക്തന്മാരായ ഹിന്ദുക്കളെ ഹൃദയത്തിലേക്ക് വർഗീയ വിഷം കുത്തിക്കേറ്റുന്നു നമ്മൾ ഈ സന്ദർഭം സംശയിക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണത്തേക്ക് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരുപാട് കാര്യം ചർച്ച ചെയ്ത സന്ദർഭത്തിൽ ആ തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കർണാടക സ്റ്റേറ്റിലുള്ള ഈ സ്വാമിജി പറഞ്ഞ വാക്കാണിത്. ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്ത് ബന്ധമുള്ളത്? ഇതുമായിട്ട് ബന്ധം അവിടെ എന്ത് മുസ്ലിം പ്രശ്നം ഉണ്ടെന്നുള്ളത്? അവിടെ എവിടെയാണ് മുസ്ലിങ്ങൾ കുടിയിരുന്നുള്ളത്? അവിടെ എവിടെയാണ് തന്ത്രിനെ പുറത്താക്കിയിട്ടുള്ളത്? അവിടെ എവിടെയാണ് ചുറ്റുപാടുള്ള ഹിന്ദുക്കളൊക്കെ ആക്കി പിടിച്ചിട്ടുള്ളത്? അപ്പോൾ ഇതൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചെങ്കിൽ ഇതൊരു സൂചന തന്നെയാണ് യഥാർത്ഥത്തിൽ. അപ്പം ഏതോ ഇന്നിപ്പോൾ ഈ അൻവർ സാഹിബ് പറഞ്ഞ പോലെ എന്തോ ഒരു പ്രവർത്തനം നമ്മൾ കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരമായി സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ ഈ സന്ദർഭത്തിൽ ഒന്ന് കത്തിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അൻവർ സാഹിബ് പരാതി പറയാനുള്ളവർക്ക് പരാതി പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. കാരണം നമുക്ക് സംശയിക്കേണ്ട കാര്യങ്ങളായത്. അല്ലെങ്കിൽ ഈ തൃശ്ശൂരായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ഈ സ്വാമി പറയേണ്ട കാരണമുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇതല്ലേ നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തോ ഒരു പ്രവർത്തനം മുസ്ലിങ്ങൾക്ക് നേരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സജ്ജമാക്കുന്നുണ്ട്, ആവുന്നുണ്ട്, മുസ്ലിങ്ങൾ തകർക്കാൻ എന്നുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് പറയണമെന്നുണ്ട്. കാരണം മുസ്ലിങ്ങളെ ആര് തകർക്കാൻ വേണ്ടി നടന്നോ അവരൊക്കെ തകരും. അതാണ് ചരിത്രം. അത് ഇന്ന് വേണമെങ്കിൽ എൻ്റെ വളരെ ചരിത്രത്തിൽ കാണിപ്പോൾ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നുണ്ട് ലോകത്ത്. അതുകൊണ്ട് നമുക്ക് അത് ആശങ്കയൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു ശാന്തി സമാധാനങ്ങളെ നമ്മളെ കേരളത്തിനെ അശാന്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ആരും പ്രയത്നിക്കുന്നു എന്ന് സംശയിക്കേണ്ടിരിക്കുന്നത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് BJP-കാരായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാരൊക്കെ നമുക്കതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ഇന്ന് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നതും അതിനോടനുബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്നതും കൂടെ കേൾക്കുമ്പോൾ നമുക്കങ്ങനെ ആശങ്ക ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഉണ്ടാക്കിയത്. ഇതാരെങ്കിലും പരാതിപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും അവഹേളിക്കാനോ വേണ്ടി പറഞ്ഞൊന്നല്ല. എൻ്റെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ സന്ദർഭത്തിൽ ജനങ്ങൾ ഇതും കൂടെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിലുള്ളത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അനാവശ്യമുള്ള കമന്റ് ബോക്സുകൾ തെറി പറഞ്ഞിട്ടോ കുറ്റം പറഞ്ഞിട്ടൊന്നും ആരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തരുത്. അത് ഞാൻ ഉത്തരവാദിയാണ്, നിങ്ങളതിന് ഉത്തരവാദിയാണ്. നല്ല അഭിപ്രായങ്ങൾ മാത്രം രേഖപ്പെടുത്തുക. നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും നല്ലത് വിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വിളിക്കാൻ എല്ലാവർക്കും ചെയ്യുന്നു.